ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിൽ ആശങ്കകൾ നിറച്ചുകൊണ്ട് വീണ്ടും അമേരിക്കയുടെ യുദ്ധകാഹളങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇറാന് നേരെ പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ പുതിയ സൈനിക വിഭാഗങ്ങൾ ഓരോ മേഖലയിലായി വരുന്നതിൻ്റെ ദൃശ്യങ്ങളും വാർത്തകളും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. 10 കപ്പലുകളോളം ഇറാൻ്റെ തീരങ്ങളുടെ പല ഭാഗങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്ന വാർത്തകൾ ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം കൂടുതൽ സൈനികരെ അമേരിക്ക സജ്ജമാക്കി നിർത്തുന്നുവെന്നും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കൂ എന്ന നിലയിലേക്കുള്ള സന്ദേശങ്ങൾ എത്തിയെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മലയാളം മാധ്യമങ്ങൾ മുതൽ ലോകത്തെ സകല മാധ്യമങ്ങൾ വരെ പശ്ചിമേഷ്യയിൽ എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ്. അതിൻ്റെ അപ്ഡേറ്റുകൾ നിരന്തരമായി പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങളെ വിശ്വസിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ തർജ്ജമ ചെയ്ത് നൽകുന്ന പല മാധ്യമങ്ങളും ഇറാൻ തകർന്നു, ഇറാൻ ഭരണകൂടം വീഴുന്നു, ഇറാൻ ഇനി ബാക്കിയുണ്ടാകില്ല എന്ന മട്ടിലാണ് പ്രചരിപ്പിക്കുന്നത്. അത് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ താല്പര്യങ്ങൾക്കനുസരിച്ച് വാർത്തകൾ നൽകുന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ ഒപ്പിക്കുന്ന പണിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇറാനിലെ വിവരങ്ങൾ നോക്കുമ്പോൾ ഇറാനിൽ കാര്യമായ തകർച്ചകളൊന്നും നിലവിലില്ല. അവിടുത്തെ ഭരണകൂടം കരുത്താർജിച്ച് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. എന്ന് മാത്രമല്ല, എവിടെയും ഒരു തോൽവി രേഖപ്പെടുത്തിക്കൊണ്ട് ഇറാൻ്റെ ഭരണകൂടം രംഗത്ത് വന്നിട്ടുമില്ല. അതിനിടയിൽ അമേരിക്കയെ ഞെട്ടിക്കുന്ന വിധത്തിൽ, ലോകത്തെ അമ്പരപ്പിക്കുന്ന വിധത്തിൽ, നടുക്കുന്ന വിധത്തിൽ, പശ്ചിമേഷ്യയെ ആശങ്കപ്പെടുത്തുന്ന വിധത്തിൽ ഒരു വീഡിയോ ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പല അറബ് മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകളിലുമൊക്കെ ഇപ്പോൾ ആ വീഡിയോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ വീഡിയോ എന്ന് പറയുന്നത് ഇറാൻ്റെ IRGCയുടെ കമാൻഡർമാർ പല മാർഗങ്ങളും ഉപയോഗിച്ച് അമേരിക്കയുടെ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ, അതായത് അമേരിക്കയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബോംബർ വിമാനങ്ങൾ, അതായത് ഏറ്റവും തൂക്കം കൂടിയ 30,000 പൗണ്ട് തൂക്കം വരുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ ജൂണിൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയ ആ വിമാനങ്ങളെ തകർത്ത് കടലിൽ മുക്കിക്കളയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സജീവമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. IRGC ആണ് ഇത് പുറത്തുവിട്ടത്. ഈ വീഡിയോ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇറാൻ ഏത് നിമിഷവും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെ തകർത്തെറിയും, അതിനുള്ള നീക്കങ്ങൾ തുടങ്ങി എന്ന മട്ടിലൊക്കെ വലിയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് നേരെ ഇറാൻ ശക്തമായി ആക്രമിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഒരു നീക്കം നടത്തിയാൽ അതിനെ യുദ്ധമായി പരിഗണിച്ചുകൊണ്ട് കടന്നാക്രമണം നടത്തും ഇസ്രായേലിലേക്കും അമേരിക്കയിലേക്കും ഉൾപ്പെടെ, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ എന്ന് ഇറാൻ്റെ ഔദ്യോഗിക വക്താക്കൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഈ വീഡിയോ എന്ന് പറയുന്നത്, നമുക്ക് ആ വീഡിയോയുടെ സ്ക്രീൻഷോട്ടുകൾ കാണാം. ആ വീഡിയോ കോപ്പിറൈറ്റ് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് മുഴുവൻ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ നോക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അനിമേഷൻ വീഡിയോ ആണ്. അതായത് 3D ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു അനിമേഷൻ വീഡിയോ. ആ വീഡിയോയിൽ കാണുന്നത് എന്താണ്? ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഇങ്ങനെ വരുന്നു, ഇറാനെ ലക്ഷ്യമാക്കിയിട്ട് ഇറാൻ മിസൈലുകളും തോക്കുകളും ഒക്കെ ഉപയോഗിച്ച് അത് വെടിവെച്ച് തകർത്ത് താഴെയിടുന്നു, വെള്ളത്തിലേക്ക് കളയുന്നു. അതാണ് അതിൻ്റെ തീം. ഇതെന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ സംഭവിക്കാൻ പോകുമെന്ന നിലയിൽ കൃത്യമായി അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ മുന്നറിയിപ്പ് കൊടുക്കണം എന്ന നിലയിൽ പ്രതീകാത്മകമായി ഇറാൻ തയ്യാറാക്കിയൊരു വീഡിയോ തന്നെയാണ്. പക്ഷേ ആ വീഡിയോ ഇപ്പോഴല്ല പുറത്തു വന്നത്. ഇത് പുറത്തു വന്നത് വളരെ മുമ്പാണ്. അത് മുമ്പ് ജൂൺ മാസത്തിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി എന്ന് അമേരിക്ക പറഞ്ഞിട്ടൊരു വലിയ പാറപൊട്ടിക്കൽ മഹാമഹം നടത്തിയിരുന്നു. ആ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഈ വഴിക്ക് ഇനി വന്നാൽ വിവരമറിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ അന്നേ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് എന്നാണ് നമുക്കിതിൻ്റെ സോഴ്സ് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ വീഡിയോ വ്യാപകമായി പ്രചരിച്ചുകൊണ്ട് ഇറാൻ അമേരിക്കയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന നിലയിലേക്ക് വലിയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതൊരു പ്രതീകാത്മക ചിത്രമാണ്. ഇന്നാൾ ടെഹ്റാനിലെ ഒരു ചുമരിൽ ഈ USS എബ്രഹാം ലിങ്കൺ കപ്പൽ തകർത്ത് കളയുന്ന, വെടിവെച്ച് സ്ഫോടനത്തിൽ തകർത്ത് കളയുന്ന ഒരു പ്രതീകാത്മക ചിത്രം പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ മുന്നറിയിപ്പ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയാണിത്. പക്ഷേ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സമയത്ത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അതായത് ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, തങ്ങൾക്ക് നേരെ വന്നാൽ ഒരിക്കലും സറണ്ടർ ആവില്ല, തങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്ന് ഇറാൻ തീർത്തു പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്നെയാണിത്. എന്ന് മാത്രമല്ല, ഇതേ സമയം തന്നെ ഈ വീഡിയോകളൊക്കെ വലിയ ചർച്ചയാകുന്ന അതേ സമയത്ത് തന്നെ ഹോർമുസ് കടലിടുക്കിൽ വ്യാപകമായിട്ടുള്ള
വളരെ വിപുലമായിട്ടുള്ള സൈനിക അഭ്യാസ പ്രകടനങ്ങളും ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സൈനികർ തങ്ങളുടെ പരീക്ഷണങ്ങളൊക്കെ നടത്തും. ഈ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പുള്ള ചില വാമപ്പ് പരിപാടികളൊക്കെ നടത്തും. അത്തരത്തിലുള്ള വാമപ്പുകളും അതുപോലെ തന്നെ ശത്രുവിനെ കാണിച്ചു കൊടുക്കുകയാണ് തങ്ങളുടെ ശക്തി എന്താണെന്ന്. അതുകൂടി ചേർത്തിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് അമേരിക്കയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു നീക്കം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്ന്, ഹോർമുസ് കടലിടുക്കിൽ ഒരു വലിയ സൈനിക അഭ്യാസം നടക്കുന്നു. രണ്ട്, ഇത്തരത്തിലുള്ള പ്രതീകാത്മകമായ വീഡിയോകളും ചിത്രങ്ങളും അമേരിക്കയ്ക്കെതിരെ പ്രചരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ലോകത്ത് ഒരു രാജ്യവും ഇതുപോലെ അമേരിക്കയെ വിറപ്പിച്ച് വെല്ലുവിളിച്ച് നിർത്തിയ ചരിത്രം ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇറാനോട് മര്യാദയ്ക്ക് കരാറിൽ ഒപ്പിട്ടോളൂ, അതാണ് നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ തകർത്ത് കളയുമെന്ന് പറഞ്ഞ് ഒരു ലോഡ് ആയുധങ്ങളും പടകളും പടക്കപ്പലുകളുമായി ഇറാന് നേരെ ഒരു വലിയ അമേരിക്കൻ സന്നാഹം വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇറാൻ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഇട്ട് അമേരിക്കയെ വെല്ലുവിളിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇറാനെ ഒരു തരത്തിലും തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ഇറാൻ്റെ ഭരണകൂടത്തെ മാനസികമായി ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് വലിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. ഇറാനെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുത്തി കരാറിലേക്ക് എത്തിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. ഇപ്പോൾ കരാറിലേക്ക് ഇറാൻ എത്തില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അവർ ഇതുപോലുള്ള പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത്. അപ്പോൾ അമേരിക്ക എന്താണ് ചെയ്യുന്നത്? സൗദിയെ സമീപിച്ചിട്ട് സൗദി വഴി എങ്ങനെയെങ്കിലും ഇറാനുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കാൻ, ഒരു ഒത്തുതീർപ്പിലേക്ക് പോകാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അത് എന്താകുമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഈ വന്ന വഴിക്ക് തിരിച്ചു പോകുന്നത്, ഒന്നും ചെയ്യാതെ തിരിച്ചു പോകുന്നത് വലിയ നാണക്കേടുണ്ടാക്കും. അമേരിക്കയ്ക്ക് ഒരിക്കലും അങ്ങനെ നാണം കെട്ട് പിന്തിരിയാൻ സാധിക്കില്ല. അത് ട്രംപിൻ്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കും. ലോകത്തിന് മുഴുവൻ മുന്നിൽ നിന്ന് ഞങ്ങൾ ഇറാനെ തകർക്കുമെന്ന് പറഞ്ഞ് ലോക നേതാവ്, ലോക രാജാവ് എന്ന നിലയിലൊക്കെ വലിയ ഇമേജ് ഉണ്ടാക്കിയിട്ട് വെനസ്വലയിൽ പോയി പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുവന്നു. ഇതുപോലെ ഇറാനെയും ചെയ്യുമെന്ന തരത്തിൽ ഒരു വലിയ ഓളമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയ പോലെ തിരിച്ചു വന്നാൽ, പട്ടി ചന്തയ്ക്ക് പോയതുപോലെ തിരിച്ചു വന്നാൽ അത് ട്രംപിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഒരു ലോക നേതാവ് എന്ന നിലയിൽ സ്വയം അങ്ങനെ ചമഞ്ഞു നടക്കുന്ന ആ നടപ്പിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ട്രംപിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇത് അവസാനിപ്പിക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച്, അറബ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് താൻ പിന്മാറിയതാണ്. അല്ലാതെ തനിക്ക് പിന്മാറണമെന്ന് വിചാരിച്ചിട്ടല്ല. അവരുടെയൊക്കെ അഭ്യർത്ഥനയും ചർച്ചയ്ക്ക് പോകണമെന്ന ഒരു അപേക്ഷയും, അതുപോലെ തന്നെ അവർ പറഞ്ഞു സമാധാനത്തിന് മുൻതൂക്കം കൊടുക്കണമെന്ന്, അത് കേട്ടിട്ട് താൻ അങ്ങനെ ചെയ്തതാണ് എന്ന മട്ടിലൊക്കെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് സ്കൂട്ടാവുകയാണ് ട്രംപിൻ്റെ മുന്നിലുള്ള വഴി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾക്ക് ട്രംപ് ശ്രമിക്കുമ്പോഴാണ്, വെല്ലുവിളിയും ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് മറ്റുള്ളവരെ നിയോഗിക്കലുമൊക്കെയായി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വിടാതെ ഇറാൻ തുരത്തി അമേരിക്കയെ അടിക്കുന്ന വിധത്തിൽ ഇതുപോലുള്ള മുന്നറിയിപ്പുകളും ഇതുപോലുള്ള പ്രതീകാത്മകമായ പ്രതിരോധങ്ങളും തീർത്തുകൊണ്ട് ശക്തമായ തിരിച്ചടി അമേരിക്കയ്ക്ക് കൊടുക്കുന്നത്. ഇതോടെ കുടത്തിൽ തലയിട്ടിട്ട് ഊരാൻ പറ്റാത്ത നായുടെ അവസ്ഥയിലേക്ക് ട്രംപ് മാറിയെന്ന് പറഞ്ഞാലും അതിശയോക്തിയാകില്ല. കാരണം ഇതെങ്ങനെയെങ്കിലും പരിഹരിക്കാതെ ട്രംപിന് ഇനി അഭിമാനം തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പക്ഷേ ഇറാനാകട്ടെ അടുക്കാതെ ഏത് വിധേനയുള്ള പോരാട്ടത്തിനും സംഘർഷത്തിനും തയ്യാറാണ്. യുദ്ധത്തിലേക്ക് പോകാൻ ഒരു മടിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം.